നല്ല കാറ്റ്. Good morning all. Start off today, this auspicious day. We start off with the general body meeting when ACM is coming up, followed by the grand Onam celebration, for which we are planning songs, honor songs, Thiruvallivali, several dances, and much awaiting Onam games and prizes. So let's start the day with the general body meeting. So I invite Dr. Ananda Madam, our President, and Dr. Danya, Treasurer, to come on stage. So we will start the meeting with a silent prayer.
മാഡത്തിന്റെ ഫേസ് കണ്ടിട്ട് മൊബൈൽ അക്സെപ്റ്റ് ചെയ്തില്ല, ഓപ്പൺ ആവുന്നില്ല. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പക്ഷെ മാഡം യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. പക്ഷെ ആ മൊബൈലിൽ മാഡത്തിന്റെ ബ്യൂട്ടി അറിയുന്നില്ലെന്നാണ് എനിക്ക് വിഷമം. മൊബൈൽ ചെയ്യാൻ പറ്റുമോ? സോ വാട്ട് വി നീഡ് ഇസ് നിങ്ങൾ രണ്ടുപേരായിരിക്കണം, രണ്ടുപേരും ഒപ്പോസിങ് ആളുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെയാണ് ഒരു മിനിറ്റ് ഞാൻ പറയണത്, ഭാഗ്യവശാൽ അല്ലെ ഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഇസ് ദ സൺ ഇസ് ഷൈനിങ് ടുഡേ. അപ്പൊ മാഡം പറയണം അൺഫോർച്ചുനേറ്റ്ലി സണ്ണാണ് മൂടെന്ന് പറയണോ? അൺഫോർച്ചുനേറ്റ്ലി ചന്ദ്രൻ ഇരുണ്ടിരിക്കുന്നു. അതല്ല എന്നുവെച്ചാൽ പക്ഷെ nobody has come for the program. അതായത് നമ്മൾ പറയാ ഇന്ന് നല്ല അറ്റ്മോസ്ഫിയർ ആണ്, നമ്മുടെ പരിപാടി നടത്താൻ മഴയില്ല, ഇവിടെ ആരും എത്തിയില്ല, ട്രാഫിക് ബ്ലോക്ക് ആണ്. കൗണ്ടർ പറയണം, ഫോർച്ചുനേറ്റ്ലി അൺഫോർച്ചുനേറ്റ്ലി. കൗണ്ടർ അടിക്കാവോ? ബെസ്റ്റ് കൗണ്ടറിന് നമ്മൾ തന്നെ ജഡ്ജസ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും. ഓക്കെ, സോ ഫസ്റ്റ് റൗണ്ട്. അപ്പൊ ഒരാള് പോസിറ്റീവ് പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും എഴുന്നേറ്റ് നെഗറ്റീവ് പറയാം. ഓക്കെ, കൗണ്ടറിന് പ്രൈസ്, അതിന് ബെസ്റ്റ് കൗണ്ടറിന് പ്രൈസ്. ഡീൽ? ഓക്കെ. അപ്പോ എല്ലാവരും സുന്ദരിമാരായിരിക്കും. അത്തപ്പൂ ഇട്ട സുന്ദരികൾ കാരണമാണ് അത്തപ്പൂ സുന്ദരമായത്. ഓക്കെ, അത്തപ്പൂ ഇട്ട സുന്ദരിമാർ കാരണമാണ് അത്തപ്പൂ ഇത്ര സുന്ദരമായത്. സുന്ദരന്മാരല്ലാത്തവർ ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓണം തന്നെ വേണമെന്നില്ല, വേറെ എന്തെങ്കിലും പറയാം. പോസിറ്റീവ് പറഞ്ഞു. ആരെങ്കിലും പോസിറ്റീവ് പറയും, നെഗറ്റീവ് നമുക്ക് പറയാം. പോസിറ്റീവ് ആരെങ്കിലും പറയും. നെഗറ്റീവ് പറയാൻ പറ്റാത്തൊരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്ന് നന്നായി. എന്റെ GK വളരെ മോശമായതുകൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു. കൗണ്ടർ എന്താണ്? അത് സത്യസന്ധമായിട്ടുള്ളതായിരിക്കണമെന്നില്ല, അന്വേഷിച്ചാലേ അറിയത്തുള്ളൂ. പോരാ. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് കൗണ്ടർ പറയൂ. നോ കമന്റ്സ്. നമ്മുടെ മൂവിംഗ് സ്റ്റാർസിന്റെ പരിപാടിയാണ്, അതാണ് പ്രശ്നം. സുധമാഡത്തിന് കാണും അഭിപ്രായം. സുധമാഡത്തിന് ഹേമ ഡ്രഗ് മാഫിയ കമ്മീഷൻ വരാത്തതാണ് നന്നായത്. അടുത്ത പോസിറ്റീവ് മാഡം പ്ലീസ് ഫ്രണ്ടിൽ പറയൂ.
കൗണ്ടർ എല്ലാം ഓർത്തിരിക്കണം. പോയിന്റ്സ് ഉണ്ട്. വേറെ ഗെയിം വേണോ അതോ കണ്ടിന്യൂ? ഓക്കെ. റോങ് ആൻസേഴ്സ് ഓൺലി. ഓക്കെ, സൺ റൈസസ് ഇൻ ദ എന്ന് പറയരുത്. റാപ്പിഡ് ഫയർ ആയിരിക്കും. റാപ്പിഡ് ഫയർ ആയിട്ട് ചോദിക്കും. മാഡത്തിന്റെ പേര് ഔട്ട്. റോങ് ആൻസേഴ്സ് ഓൺലി. അപ്പൊ എനിക്ക് തെറ്റിയാലും നിങ്ങൾ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് തെറ്റരുത്. ബിക്കോസ് ഐ ഡോണ്ട് നോ യു. ക്വസ്റ്റ്യൻസ് ടപ്പട്ടപ്പട്ടപ്പാ വരും. അപ്പോ യു ഷുഡ് സേ ദ റോങ് ആൻസേഴ്സ്, നോട്ട് ദ റൈറ്റ് ആൻസർ. ഓക്കെ ഓക്കെ. പിന്നെ മാഡം ഒരു മൈക്ക് കൂടെ ഉണ്ടോ? ഞാൻ ഡോക്ടറല്ല, കുഴപ്പമില്ല. മാഡത്തിന്റെ പേര്? നാഗമണിയുടെ അപ്പച്ചിയാ. മാഡത്തിന്റെ ജോലി? മാഡം ഡോക്ടർ ഇസ് എ ടീച്ചർ. ഔട്ട്. ഡോക്ടറിന്റെ പക്ഷെ അത് ശരിയായില്ല കേട്ടോ. മാഡം ഇന്നത്തെ ദിവസം മാഡത്തിന്റെ കുട്ടികൾ എത്ര പേര്? മാഡം 10th സ്റ്റാൻഡേർഡ് പാസ്സായിട്ട് മാഡത്തിന്റെ വയസ്സ് 18. സൺറൈസസ് ഇൻ ദ ആലോചിച്ച് പറയും. പുള്ളിക്കാർക്ക് തന്നെ ആലോചിക്കാൻ ടൈം കിട്ടി. മാഡത്തിന്റെ ഹസ്ബൻഡിന്റെ പേര്? ആ ക്വസ്റ്റ്യൻ വേണ്ടായിരുന്നു കേട്ടോ. ആ ക്വസ്റ്റ്യൻ വേണ്ടായിരുന്നു കേട്ടോ. മാഡത്തിന് എത്ര മക്കൾ? മാഡത്തിന് എത്ര മക്കളാ? എനിക്ക് 6. 6. ഓക്കെ. മാഡം എവിടെ വർക്ക് ചെയ്യുന്നത്? ആലോചിക്കാൻ പറ്റില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളില്, മാഡം ഏത് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്? സെന്റ് ജോസഫ്സ് കോൺവെന്റില്. മാഡത്തിന്റെ വയസ്സ്? വയസ്സ് 18. മാഡം 10th സ്റ്റാൻഡേർഡ് എന്ന പാസ്സായ? 1949 ഇൻഡിപെൻഡൻസ് ഡേക്ക്. ഇന്നത്തെ ദിവസം എന്താണ്? ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ്. ഓക്കെ. 2 + 2? 2 + 2? 2 + 2 10. 3 + 5? 8. 1 + 1? ഇനി ആർക്കാ വേണ്ടത്? അതോ ഇനി ആർക്കാ ടൂസി പിടിക്കുക 1+1. മാഡത്തിന്റെ എത്ര മക്കളാ? 5 പേരുണ്ട്. ഒരാഴ്ചയിൽ എത്ര ദിവസം? ഒരു മാസത്തിൽ എത്ര ദിവസം? 10 ദിവസം. നമ്മുടെ ഫുൾ ടേം ഡെലിവറി എന്ന് പറയുന്നത് എത്ര വീക്സ് ആവുമ്പോഴാ വേണം? 2 ആഴ്ച. അടിപൊളി. PPR എന്നുവെച്ചാ മാഡം പറഞ്ഞു. PPR അറിയത്തില്ലെന്ന് പറഞ്ഞു. അറിയത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു വാക്ക് പറഞ്ഞ ഓരോന്ന് ഇട്ട് പറഞ്ഞു. PPKOG. കസേരക്ക് എത്ര കാലം? 5. അങ്ങനെയുള്ള കസേര ഉണ്ട്. ആംബിഗ്യസ് ചോദ്യങ്ങൾ പാടില്ല.
2 3 sir, 5 5 sir, 1 plus 1. മോളുടെ പേരെന്താ? മോളുടെ ബ്രദറിന്റെ പേരെന്താ? അടിപൊളി. മോളുടെ സ്കൂൾ ഏതാ? ഓൺകമലല്ലേ? മോൾക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? അമ്മയുടെ പേര്? ദൈവം ഓർമ്മ ശരി. കള്ളം പറയാൻ അറിയിക്കരുത്. വിശ്വാസം അതല്ലേ? വിശ്വാസം അതല്ലേ? വിശ്വാസം അതല്ലേ? എല്ലാം കേട്ടിട്ടില്ലേ? വേറെ മാർഗത്തിലെങ്കിൽ പറയണം. ഓണത്തിന് വരുന്ന കിങ്ങിന്റെ പേരെന്താ? മീന. സുന്ദരിക്കാര് എനിക്ക് പഴഞ്ചൊല്ലൊന്നും വരുന്നില്ല. പഴഞ്ചൊല്ലുകൾ അറിയാമോ? ഒരു നോർമൽ ഒരു പഴഞ്ചൊല്ല് പറയാമോ? അല്ലെ, തലയില്ലാത്ത ചെവിയിട്ടാക്കിയ ഉത്തരവാണ്. സംസാരിച്ചത് ഓക്കെ ശരി. 1 plus 1, 2 plus 2, 3 plus 5, 3 plus 5, 2 plus 2, 10 plus 10, 1 plus 3. ഒരേ കാര്യം തന്നെ പറയുന്നു, മാറ്റി മാറ്റി പറയണം. 5 plus 5, 6 plus 6, 5 plus 5. മതി, ഒരുപാട് ചോദിച്ചു വേണ്ട, ഒരുപാട് ആൻസർ പറഞ്ഞു. ടീച്ചറിന്റെ പേര്? മോളുടെ ഫാദറിന്റെ പേര്? ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? ഒരു മാസത്തിൽ എത്ര ദിവസമുണ്ട്? 3 ക്ലാസ്സിൽ ചെയ്ത് പഠിക്കുന്നത്? ഇപ്പൊ പഠിക്കുന്ന സബ്ജക്ട്സ് സയൻസ് സബ്ജക്ട്സ് ഏതൊക്കെയാണ്? ശരിയല്ല, കൊച്ചിന് അവാർഡ് കൊടുക്കേണ്ടി വരും. കാര്യം ഞാൻ ഇൻകോമ്പറ്റന്റ്. എന്നാലും 1 plus 1 ചിന്തിക്കും. മാത്സ് തന്നെയാണ്. 1 plus 1, 2 plus 2, 3 plus 3, 5 plus 5, 4 plus 4, 6 plus 6, 7 plus 7, 5 plus 5, 2 plus 2, 3 plus 1, 5 plus 6, 7 plus 2, 7 plus 2, 9. അയ്യോ, കഷ്ടമുണ്ട് മോളെ. 50 ആൻസർ പറഞ്ഞായിരുന്നു. മാഡം, നാളത്തിനടുത്ത് ഞാനൊരു കാര്യം പറയും. നാളെ അത് പാസ് ഓൺ ചെയ്യണം, ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കറക്റ്റ്.
ആർ യു റെഡി? അല്ലെങ്കിൽ സംബന്ധിച്ചെന്നെ 20 ബലൂണേ ഉള്ളൂ. നിങ്ങൾ പൊട്ടിച്ചാൽ എനിക്ക് വേറെ കളി കളിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്നെ സഹായിച്ചാൽ നമുക്ക് പിള്ളേരെ കൊണ്ട് കാലിൽ ഇത് കെട്ടിയിട്ട് അവർക്ക് കളിക്കാം. പക്ഷെ ബാക്കി കുട്ടികൾ വന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്ത് ചെയ്യുന്നു? പൊട്ടിക്കണ്ട. തൽക്കാലം ബലൂൺ പിടിച്ചോ. അടുത്ത ഗെയിം കളിക്കാം. ഓക്കെ, ഗൈനക്കോളജിസ്റ്റുമാരൊക്കെ വന്ന സ്ഥിതിക്ക് ദിസ് ഇസ് ഗോയിങ് ടു ബി ഫൺ. ഇതൊരു ഗിഫ്റ്റാണ്. ഓക്കെ, നമ്മളെല്ലാവരും കൊച്ചിനെ ഡെലിവറി ചെയ്യുമ്പോൾ ഇത് ഇത്ര ഉണ്ടാവും നമ്മളൊരു വൈൽഡ് ഗസ് എടുക്കാറുണ്ട് കൊച്ചു പുറത്ത് വരുമ്പോൾ. സോ യു ഗെറ്റ് ദ ചാൻസ് ടു സേ ഇത് എത്ര വെയിറ്റ് ഉണ്ട്. എക്സാക്ട് വെയിറ്റ് പറയുന്ന ആൾക്ക് ഇത് വീട്ടിൽ കൊണ്ടുപോകും. ഇതെന്താണെന്ന് പിന്നീട് പറയാം. അങ്ങനെ ഓക്കെ. എന്ന് പറയാത്തതിന്റെ കാരണം ഏകദേശം ഇത്ര ഉണ്ടാവുന്നത് നമ്മൾ കണക്ക് കൂട്ടും. അപ്പൊ ഇത് എന്താണ് സാധനം എന്ന് ഒരു കാരണവശാൽ പറഞ്ഞു തരില്ല. സോ യു ഗെറ്റ് ടു വെയിറ്റ്. CME കാര് വന്ന we start up with the CME, then we break and then continue. Okay? കയ്യിൽ തരുമോ? ഇല്ല. കൈ തരും. You have to feel it. നമ്മളല്ലേ കുഞ്ഞിനെ എടുക്കുന്നത്. പിന്നെ സോ ആർക്ക് വേണേലും എടുക്കാം. എല്ലാരും ഡേറ്റ് എടുക്കണം. ഞാനത് എഴുതി വെക്കും. മാഡം ഡേറ്റ് എക്സാക്ട്ലി പറയണം മാഡം. എല്ലാരും പറയുന്ന റൗണ്ട് ഓഫ് അപ്പോ അതെ മോശവും മാഡം. വേറെ ആരെയും കാണിച്ചു തരില്ല മാഡം. നോക്കരുത്, ഞാൻ എഴുതി പറയുന്നത്. വെയിറ്റ് എൻ്റെ അടുത്ത് മാത്രമേ പറയാവൂ, അല്ലെങ്കിൽ ബയസ്ഡ് ആവും. കുട്ടികളെടുത്ത് നല്ല വൈദ്യം കാണും. ഡോക്ടർ നാഗമണിക്ക് കുട്ടികളെടുത്ത് നല്ല വൈദ്യം കാണത്തില്ലേ? ഇവരെ വീട്ടിൽ കണ്ടിട്ട് പറയുമായിരിക്കും. അപ്പച്ചിയാണ് എൻ്റെ ബ്രദറിൻ്റെ മോളാണ്.
ഒന്ന് എടുക്കുമോ വീഡിയോ? ഇങ്ങനെ എടുത്താൽ മതി, ഒന്നും കട്ട് ചെയ്യണ്ട. So we start off with our CME today. We have our special guest from KIMS Trivandrum. So the first topic is multidisciplinary care in high-risk pregnancy. And our speaker is Vidyalakshmi, Dr. Vidyalakshmi R. She is a senior consultant and clinical director OB-GYN service from KIMS Health Trivandrum. So a warm welcome to you, madam. ഏയ് ഇത് കിട്ടും ബോറ് പൊട്ടു. ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ പറ.